യുഡിഎഫിൻ്റെ കേഡർ പാർട്ടി യുഡിഎഫ് സംവിധാനത്തെ ഒരു പരിധിവരെ നട്ടെല്ലായി കാത്തുസൂക്ഷിക്കുന്ന പാർട്ടി ഏതാണത്? മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിൻ്റെ അമരത്ത് സാക്ഷാൽ കുഞ്ഞാപ്പ തന്നെ ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷം വീട് കയറി പ്രചരണം നടത്തുന്ന കുഞ്ഞാലിക്കുട്ടിയെ കണ്ട നിലമ്പൂരിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ കാണിക്കുന്ന അതേ അച്ചടക്കത്തോടെ പാർട്ടി MLA-മാരെയും പാർട്ടി നേതാക്കന്മാരെയും നിലമ്പൂരിൻ്റെ തെരുവീതികളിലേക്ക് അഴിച്ചുവിട്ട് കുഞ്ഞാപ്പ നടത്തിയ അതിശക്തമായ ഒരു തേരോട്ടമുണ്ടല്ലോ. പച്ചക്കൊടി UDF-ന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രവർത്തിക്കാൻ ഓരോ മുസ്ലിം ലീഗുകാരനെയും പ്രാപ്തനാക്കിയ ആ ഒരു വലിയ നേതൃപാടവം. ആര്യാടൻ ഷൗക്കത്ത് ഇങ്ങനെ കോൺഗ്രസിൻ്റെ പതാകയും ഇങ്ങനെ നെഞ്ചിലേറ്റി വലിയ രീതിയിൽ വീശിക്കാണിച്ച് നിലമ്പൂരങ്ങാടിയിൽ ഇങ്ങനെ വിജയാഘോഷം കാണിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു പച്ചക്കൊടിയുടെ രൂപം കൂടി കടന്നു വരും. ആ പച്ചക്കൊടിയെ, ആ ലീഗിനെ മാറ്റി നിർത്തി ഒരു കാരണവശാലും ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തെ നമുക്ക് വായിക്കാനാവില്ല, നമുക്ക് പറയാനാവില്ല. അത്രമേൽ ഏകകണ്ഠേനയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ആ നാട്ടിൽ എന്നുള്ളതാണ്. നോക്കൂ, PK ഫിറോസ് മുതൽ PMA സലാം മുതൽ PK ബഷീർ മുതൽ അങ്ങനെ ലീഗിൻ്റെ വലിയ രീതിയിലുള്ള അമരക്കാർ, അതികായന്മാർ നിലമ്പൂരിൻ്റെ തെരുവീതികളിൽ നടന്ന് നീങ്ങി ഓരോ വീടുകളിലും കയറി വോട്ട് ചോദിച്ചു. നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ലീഗ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എന്താണോ പ്രതീതി, അതുപോലെ തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത പോലെ, ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും മുമ്പ് കണ്ട് പരിചയമില്ലാത്ത പോലെ, പാലക്കാടും തൃക്കാക്കരയും ചേലക്കരയിലും ഒന്നും കാണാത്ത രീതിയിൽ സ്വന്തം പാർട്ടിയിലെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ എപ്രകാരം പ്രവർത്തിക്കണമോ അതാണ് ലീഗ് പ്രവർത്തിച്ച് നേടിയെടുത്തത് എന്ന് പറയാതെ വയ്യ. VD സതീശനെ വല്ലാതെ പൊക്കുമ്പോൾ VD സതീശൻ എന്ന് പറയുന്ന അമരക്കാരനിലേക്ക് വലിയ രീതിയിലുള്ള ചാണക്യതന്ത്രങ്ങൾ വിജയിപ്പിച്ചെടുത്ത ഒരു നേതാവിലേക്ക് വലിയ രീതിയിലുള്ള പ്രശംസ ചുരുങ്ങുമ്പോൾ, പ്രശംസ ഇങ്ങനെ വലിയ രീതിയിൽ വരുമ്പോൾ മറന്നുകൂടാത്ത ഒരാളാണ് പാണക്കാട്ട് വലിയ രീതിയിലുള്ള തീരുമാനങ്ങൾ നെഞ്ചിലേറ്റി പ്രവർത്തിക്കുന്ന പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കാരണം അത്രമേൽ വലിയ രീതിയിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും വോക്സ് തന്നെ പറയുന്നതാണ്, കേരളത്തിൽ CPM കഴിഞ്ഞാൽ ഒരു കേഡർ പാർട്ടി ഉണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗാണ് എന്ന്. UDF എന്നൊക്കെ അസ്വാരസ്യങ്ങൾക്ക് വഴിവെച്ച് വലിയ രീതിയിലുള്ള ശബ്ദകോലാഹലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അപ്പോൾ നോക്കും എവിടെ കുഞ്ഞാലിക്കുട്ടി, എവിടെ പാണക്കാട് തറവാട് മുറ്റം. ഈ വലിയ രീതിയിലുള്ള ശബ്ദകോലാഹലങ്ങളെ ഒന്ന് അടക്കി തീർത്താൻ, ഈ വലിയ രീതിയിലുള്ള അച്ചടക്കമില്ലായ്മയെ ഒന്ന് ക്രോഡീകരിക്കാൻ, ഒന്ന് ഒത്തിണക്കാൻ എവിടെ ലീഗിൻ്റെ നേതൃപാടവമെന്ന്. എങ്ങനെയൊക്കെ UDF വലിയ കാറ്റിൽ ഉലഞ്ഞു പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം മുസ്ലിം ലീഗ് വേണം അതിനെ ചേർത്ത് പിടിക്കാൻ. ലീഗ് നട്ടെല്ലാണ് UDF എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ. ലീഗില്ലാതെ ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കാൻ കഴിയില്ല. നോക്കൂ, സക്സസ് റേഷ്യോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 21 കോൺഗ്രസ് ഒതുങ്ങിയപ്പോൾ ലീഗിൻ്റെ സക്സസ് റേഷ്യോ എത്രയാണ്? ലീഗ് നിർത്തിയെടുത്ത് 90%, 95% വിജയമായിരുന്നു. അത്രമേൽ വലിയ സക്സസ് റേഷ്യോ. ഇനി മൂന്നാം തുടർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി UDF ഒറ്റക്കെട്ടായി പോകുമ്പോൾ പ്രതിച്ഛായമങ്ങലിൻ്റെ പേരിൽ, പ്രകടനമില്ലായ്മയുടെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു തോൽവി മണക്കുന്നുണ്ടെങ്കിൽ 100% വിജയം എന്ന് ആദ്യം തന്നെ UDF വലിയ രീതിയിലുള്ള നേതൃയോഗം കൂടുമ്പോൾ എഴുതിയിടുന്ന സീറ്റുകൾ മുസ്ലിം ലീഗിൻ്റേതായിരിക്കും എന്ന് പറയാതെ വയ്യ. അത്രമേൽ വലിയ കേഡർ സംവിധാനം, അത്രമേൽ വലിയ ആത്മവിശ്വാസം ഈ മുന്നണിക്ക് നൽകുന്ന മുസ്ലിം ലീഗ്. പറയാതെ വയ്യ, നിലമ്പൂരിൻ്റെ വിജയത്തിൽ പച്ചക്കൊടിയുടെ ചുണക്കുട്ടികൾ നേടിയെടുത്ത, അടക്കി നിർത്തിയ ആ വലിയ നേതൃപാടവം.